മാരുതി സുസുക്കി വിക്ടോറിയസ് ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളൊരു വാഹനം. സോ ഈ വാഹനത്തിൻ്റെ ലോഞ്ചിന് എനിക്ക് പോകാൻ സാധിച്ചില്ല, പക്ഷേ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ പ്രൈസിങ് ഔട്ട് ആയിട്ടുണ്ട്. സോ വിക്ടോറിയസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10,50,000 മുതൽ ടിൽ ഇറ്റ് ഗോസ് അപ് ടു 19,20,000. സോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, ബേസിക്കലി വണ്ടിയുടെ ഡിസൈനും ബാക്കി കാര്യം സംസാരിക്കുന്ന മുമ്പ് എല്ലാ ആളുകൾക്കും ഒരു വിക്ടോറിയസ് ഉണ്ട്. എല്ലാ ആളുകൾക്കും ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ, അപ്പോൾ ബേസിക്കലി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ നാച്ചുറലി ആസ്പിറേറ്റഡ് ഒരു സ്മാർട്ട് ഹൈബ്രിഡ് വേർഷൻ മാത്രം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വാഹനമുണ്ട്. CNG വേണോ, CNG ഒരു വാഹനമുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ഓൾ ഗ്രിപ്പ് വേർഷൻ, ലൈക്ക് എല്ലാ വീലിലും പവറിലൊരു വാഹനം വേണമെങ്കിൽ ഓൾ ഗ്രിപ്പ് വേർഷൻ ഉണ്ട്. ഇനി ഇതല്ലാതെ തന്നെ ഇതിൻ്റെ അകത്ത് ടൊയോട്ടയുടെ എൻജിൻ വരുന്നത്, അല്ലെങ്കിൽ ആ ടൊയോട്ടയുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രോങ് ഹൈബ്രിഡ് ഉണ്ട്, അതും ആക്ച്വലി ഒരു വാഹനത്തിനകത്തുണ്ട്. സോ ഇതിൻ്റെ പ്രൈസിംഗ് ആണ് 10.50 മുതൽ അങ്ങേയറ്റം 19.26 വരെ. സോ എങ്ങനെയുണ്ട് ഇതിൻ്റെ പ്രൈസിങ്, ഉറപ്പായിട്ടും താഴെ കോമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ഈ വാഹനത്തിനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പരിചയപ്പെടാം. സോ എങ്ങനെയുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഡിസൈൻ. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അഭിപ്രായം പറയാൻ സാധിക്കില്ല, പക്ഷേ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അഭിപ്രായം കോമൻറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഇതിൻ്റെ ഹെഡ് ലൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ എവിടെയോ മാരുതിയുടെ ഇപ്പം അടുത്തിറങ്ങിയ ഡിസൈറുമായിട്ട് ഒരു ചെറിയൊരു സാമ്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ് ലൈറ്റ്സിൽ മാത്രം ബ്ലാക്ക് ആൻഡ് ആണ്, പ്രൊജക്ടറാണ്. ഇവിടെ നമുക്ക് DRLs കാണാൻ സാധിക്കും. ക്ലീൻ ആണ് ഇതിൻ്റെ ഹെഡ് ലാംപ്സ്. ഇതിന് ശേഷം ഇവിടുന്ന് ഒരു കണക്റ്റിംഗ് സംഭവം, DRLs അല്ല, പക്ഷേ ഒരു കണക്റ്റിംഗ് ഒരു ക്രോം ലൈനിങ് വരുന്നുണ്ട്. അത് ഈ ഒരു ഹെഡ് ലാംപ്സിൽ കണക്ട് ചെയ്യുന്നുണ്ട്. സുസുക്കിയുടെ ആ ഒരു ലോഗോ കാണാൻ സാധിക്കും. അതിനുശേഷം നീറ്റ്ലി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം ആക്ച്വലി. അപ്പോൾ ഇവിടെ നമുക്കൊരു 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ കാണാൻ സാധിക്കും. ഇത് വലിയ അത്ഭുതമല്ല, പക്ഷേ മാരുതിയിലെ ആദ്യമായിട്ട് ADAS ലെവൽ 2 വരുന്നൊരു വാഹനമാണ് വിക്ടോറിയസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതുപോലെ കുറേ പ്രത്യേകതകൾ ഈ വാഹനത്തിനുണ്ട്. അതുമാത്രമല്ല, ഈ വാഹനത്തിൻ്റെ ബമ്പേഴ്സിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇതിനകത്ത് ഒരു പ്രൊജക്ടർ ഫോഗ് ലാംപ്സിനകത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമലി ഫോഗ് ലാംപ്സ് ഒക്കെ ഈ ഒരു ഭാഗത്ത് വരികയാണെങ്കിൽ ഇത് കുറച്ചുകൂടി മുകളിലേക്കാണ്. പ്രൊജക്ടർ ടൈപ്പാണ്. അതുമാത്രമല്ല, ഇതൊരു ഓപ്പൺ ടൈപ്പാണ്. ഇവിടെ നമുക്ക് ആ ഒരു എയർ വെൻറ്റ് കാണാം. ഇതെല്ലാം വർക്കിംഗ് ആണ്, അതായത് എയറോ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സെൻസേഴ്സ് കാണാൻ സാധിക്കും. ടോട്ടലി 4 സെൻസേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ബമ്പേഴ്സിൻ്റെ ഡിസൈനും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേസ്. ഇനി ബോണറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ബോണറ്റിൻ്റെ അകത്ത് വെറും 2 ഹംസേ ഉള്ളൂ. ഒന്ന് ഇവിടെയും ഒന്ന് അവിടെയും. അല്ലാത്ത രീതിക്ക് ക്ലീൻ ആൻഡ് പ്ലെയിൻ ആണ്. ഇനി ഈ വാഹനത്തിനകത്ത് വന്ന എൻജിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അതിൻ്റെ അകത്ത് എല്ലാ ടൈപ്പ് ഓഫ് എൻജിൻ ഉണ്ട്. സോ ഈ ഒരു വാഹനം ആക്ച്വലി ഒരു പ്രോപ്പർ ഹൈബ്രിഡ് വാഹനമാണ്. ഇനി നമുക്ക് വിക്ടോറിയസിൻ്റെ സൈഡിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രണ്ട് ആക്ച്വലി രസകരമാണ്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ ആദ്യം പറയേണ്ട കാര്യം, ഈ വണ്ടിയുടെ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്, വീൽ ബേസ് ആൻഡ് ഗ്രൗണ്ട് ക്ലിയറൻസ് സെയിം ആസ് ഗ്രാൻഡ് വിറ്റാറയാണ്. പക്ഷേ പേപ്പേഴ്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ ലെങ്ത്തിലും ഹൈറ്റിലും മാറ്റം ഫീൽ ചെയ്യാം. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഈ ബമ്പേഴ്സ് റീട്വീക്ഡ് ആണ്. അതുമാത്രമല്ല, ഈ ഒരു സംഭവമൊക്കെ വരുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഹൈറ്റ് കൂടിയ പോലെ. അത് വരും mm മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഇവിടെ നോക്കാം. ഈ ഒരു മാത്രമത് വരുന്നത് 17 ഇഞ്ച് ഓഫ് അലോയ്സ് ആണ്. അലോയിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു സിൽവർ ആൻഡ് ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതിന് കുറച്ചുകൂടി റഗ്ഗഡ് ആക്കുന്നത് ബേസിക്കലി ഒരു SUV ആണ്. സോ SUV സ്റ്റാൻഡ്സ് നൽകാനായിട്ട് നമുക്കിവിടെ മാറ്റ് ബ്ലാക്കിൽ ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വരുന്ന അക്സസറീസ് ആണ്. സോ ഇത് നോക്കണ്ട, നോർമൽ വണ്ടി വാങ്ങുമ്പോൾ കിട്ടില്ല. പക്ഷേ ആക്ച്വലി നിങ്ങൾക്ക് അക്സസറീസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി കുറച്ചും കൂടി ലുക്ക് കൂടുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ORVM ഉണ്ട്. ORVM ചെറുതാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് 2 ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വണ്ടി പ്രത്യേകം എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് നോക്കുമ്പോൾ ഇത് ഗ്രാൻഡ് വിറ്റാറിനേക്കാളും കുറച്ചുകൂടി നീളം കൂടിയ പോലെ ഫീൽ ചെയ്യും. എൻ്റെ റീസൺ എന്താ സംഭവിച്ചാൽ, ഈ ഒരു കട്ടിംഗ് ആണ് ബാക്കിലേക്ക്. അതിന് മുമ്പ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി റിക്വസ്റ്റ് സെൻസേഴ്സ് ഉണ്ട്. 2 ഡോറിലുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫ്യൂൽ ലിഡ്, അല്ലാതെ വലിയതില്ല. ഇനി ഇവിടെ നിന്നാണ് ഈ വണ്ടിയുടെ അകത്ത് ആ ഒരു ഷേപ്പ് കംപ്ലീറ്റ്ലി മാറുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി കേർവ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ കോട്ട ഗ്ലാസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്പോയിലേഴ്സിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റിയർ വരുന്നത്. ആക്ച്വലി ഇതുവരെയാണ് ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ്. ഇതിന് ശേഷം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അത് ഞാൻ റിയറിന്ന് കാണിച്ചു തരാം. സോ വണ്ടിയുടെ കളർ പെട്ടെന്ന് റിയർ കാണിക്കുമ്പോൾ മാറിയെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ അവിടെ സ്പേസ് ഉണ്ടായിരുന്നില്ല. സോ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു CNG വേർഷൻ്റെ ഫീച്ചേഴ്സും കാണിക്കാം, അതുപോലെ റിയറും കാണിക്കാം. സോ ഇതാണ് വിക്ടോറിയസിൻ്റെ റിയർ. കണക്റ്റഡ് ആയിട്ടുള്ള ലാംപ്സ് വരുന്നുണ്ട്. നോർമൽ വണ്ടികളിൽ എങ്ങനെയാ വെച്ചാൽ ഇത് ഒറ്റ സ്ട്രിപ്പായിരിക്കും, പക്ഷേ ഇതിനകത്ത് നമുക്ക് കുറേ കട്ടിങ്സ് കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ 2 ആർച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ റിയർ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായിട്ടും താഴെ കോമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് അഭിപ്രായം എൻ്റെ ഇവിടെ പറയാൻ സാധിക്കില്ല. സുസുക്കിയുടെ ആ ലോഗോ, വിക്ടോറിയസിൻ്റെ ബാജിങ് ഉണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല. ഇത് CNG ആണോ, അല്ലെ ഹൈബ്രിഡ് ആണോ, മൈൽഡ് ഹൈബ്രിഡ് ആണോ, ഇനിയിപ്പോൾ അത്
4 വീലിലും പവറുള്ള വാഹനമാണെന്നൊന്നും ഇതിൻ്റെ അകത്ത് എവിടെയും എഴുതിയിട്ടില്ല. പക്ഷേ ഇതിനകത്ത് CNG എന്നുള്ള ചെറിയൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിന് മുമ്പ് ഈ ഭാഗത്തൊരു ബമ്പേഴ്സ് കൂടി നോക്കാം. ഭയങ്കര ക്ലീനാണ്, നീറ്റാണ്. 2 റിഫ്ലക്റ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ടെയിൽ ലാംപ്സ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞു വിക്ടോറിയസിൻ്റെ അകത്ത് കുറേ പ്രത്യേകത ഉണ്ട്. ആദ്യമായിട്ടാണ് മാരുതി വാഹനങ്ങളുടെ അകത്ത് കുറേ കാര്യങ്ങൾ കാണുന്നത്. ലൈക്ക് അഡാസ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇൻഫിനിറ്റി ഹാർമൻ്റെ അറ്റ്മോസ്ഫിയർ അത് നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമുക്ക് ഇതൊരു CNG ആണെങ്കിൽ പോലും ഇതിൻ്റെ ടാങ്ക് നമുക്ക് അകത്ത് കാണാൻ സാധിക്കില്ല. സോ ഒരു ടാങ്ക് ഇവിടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു കണ്ണാടി വെച്ചുകൊണ്ട് അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കാണാൻ സാധിക്കും. സോ ഇത് കാരണം തന്നെ അതിനകത്ത് ഒരു സ്പെയർ ടയർ വരുന്നില്ല. ഇനി വേറൊരു പ്രത്യേകത, ഇവിടെ ഒരു പാർക്കിംഗ് ക്യാമറ ഉണ്ട്, അല്ലെങ്കിൽ റിവേഴ്സ് ക്യാമറ ഉണ്ട്. പക്ഷേ അതല്ല പ്രത്യേകത. ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആദ്യമായിട്ട് മാരുതി വാഹനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വാഹനം, പ്രത്യേകിച്ച് CNG വാഹനത്തിനകത്ത് ഇതിൻ്റെ ആ ഒരു ബൂട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി അപ്പ് ചെയ്യാൻ സാധിക്കും. സ്പേസിൽ മാറ്റമില്ല. ഞാൻ പറഞ്ഞു ഗ്രാൻഡ് വിറ്റാരയുടെ സെയിം ചാസിയാണ്. സോ സ്പേസിൽ ഒരു മാറ്റമില്ല. ഇനി ഇതിൻ്റെ ഫുൾ ഓപ്ഷനിലൊക്കെ വരുമ്പോൾ ഇവിടെ നമുക്കൊരു സബ് വൂഫർ കാണാൻ സാധിക്കും. ഇത് CNG ആയതുകൊണ്ട് ഇവിടെ സബ് വൂഫർ കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഇതിനകത്ത് സ്പെയർ വീലില്ല. അതിന് പകരം ഇതാണ് എൻ്റെ ടാങ്ക്. സോ ഈ ഒരു ടാങ്ക് നമ്മൾ ഒരിക്കലും ബാധിക്കില്ല. കാരണം എൻ്റെ അകത്ത് സ്പെയർ വീലിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരു പഞ്ചർ കിറ്റും അതുപോലെ ഒരു ഇൻഫ്ലേറ്ററും കൊടുത്തിട്ടുണ്ട് മാരുതി. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നോർമലി ഒരു ഫാമിലിയിൽ നമ്മൾ ആരും CNG എടുക്കാറില്ല. ജസ്റ്റ് ബിക്കോസ് CNGയുടെ ടാങ്ക് അതിനൊരു വലിയ പ്രശ്നമാണെന്നുള്ള. അപ്പോൾ ആ ഒരു പ്രശ്നം ഈ ഒരു വിക്ടോറിയസിൽ ഇല്ല. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് വിക്ടോറിയസ് എന്നൊരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക്. ഞാൻ പറഞ്ഞു ഈ വാഹനത്തിൽ കുറേ സംഭവങ്ങൾ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇൻറ്റീരിയേഴ്സിൽ എന്ത് മാറ്റം വന്നു എന്ന് പെട്ടെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് മാരുതി വിക്ടോറിയസിൻ്റെ അകത്താണ്. പക്ഷേ ഞാൻ ഈ സുസുക്കിയുടെ ലോഗോ ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആർക്കും പറയാൻ സാധിക്കില്ല ഇതൊരു മാരുതി വാഹനമാണ്. റീസൺ എന്താ വെച്ചാൽ നല്ല രീതിക്കല്ലേ മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത ഒറ്റ കാര്യമുള്ളൂ, വിക്ടോറിയസിനെ എന്തുകൊണ്ട് മാരുതി അരീനയിൽ സെല് ചെയ്യാൻ പോകണു. ആക്ച്വലി ഇതൊരു നെക്സ പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ എന്താണ് റീസൺ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. സോ നമുക്ക് ഈ വാഹനത്തിൻ്റെ ആ ഒരു ഡാഷ്ബോർഡിൻ്റെ കേസ് സ്റ്റാർട്ട് ചെയ്യാം. ഡാഷ്ബോർഡിനകത്ത് യൂസ് ചെയ്തത് ഫ്രണ്ടിലൊക്കെ ഒരു ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പക്ഷേ ഇതിൻ്റെ ഭംഗി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ഇതൊന്നും ഒരിക്കലും ഇതിന് മുമ്പ് ഒരു മാരുതി വാഹനത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് 64 കളർ ആംബിയൻറ്റ് ലൈറ്റിംഗ് ചൂസ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് എ കൈൻഡ്. അതുമാത്രമല്ല ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് സോഫ്റ്റ് ലെതറിൻ്റെ യൂസ് ഉണ്ട്. അതുമാത്രമല്ല സ്റ്റിച്ചിങ്സ് ഒക്കെ നമുക്ക് വൈറ്റിൽ കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഗ്ലോ ബോക്സിൻ്റെ സ്പേസ് ആണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് എമിനിറ്റീസ് ഒന്നുമില്ല, പക്ഷേ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. ഇനി അടുത്ത ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വന്ന ആ ഒരു AC ക്ലസ്റ്ററാണ്. ക്യൂട്ടാണ്. അതുമാത്രമല്ല ഫിസിക്കൽ ബട്ടൺസ് ഉണ്ട്. സോ ദാറ്റ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാം. സോ ഈ ഒരു ഫീച്ചറിന് നമുക്ക് 10 out of 10 എന്തായാലും കൊടുക്കണം. ഇനി ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോൺ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതിനകത്ത് 15 Pro Max വരെ സുഖമായിരിക്കും. അതായത് വലിയൊരു ഫോൺ ഇവിടെ വയ്ക്കാം. ഈ ഭാഗത്ത് ചെറിയ സ്പേസ് ഉണ്ട്. 12 വോൾട്ടിൻ്റെ ചാർജർ, 2 USB-C ടൈപ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗിയർ നോബ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിനകത്ത് ഇരിക്കുന്നത് ടൊയോട്ടയുടെ ഫുൾ ഹൈബ്രിഡ് എഞ്ചിനാണ്. ലൈക്ക് ബേസിക്കലി ഇത് ഹൈബ്രിഡ് വാഹനമാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. EV മോഡ്, ഡ്രൈവ് മോഡ്, അതുമാത്രമല്ല സീറ്റ് വെന്റിലേഷൻ നമുക്ക് 2 സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ നമ്മൾ ഗ്രാൻഡ് വിറ്റാരയിൽ കണ്ട സെയിം ആണ്. പക്ഷേ ഇതിൻ്റെ പ്ലേസിങ്ങിൽ മാറ്റമുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇത് മാനുവലാണ്. ഇതല്ലാതെ ഇതിൻ്റെ അകത്ത് ഓൾ ഗ്രിപ്പ് വേർഷൻ വരുന്നുണ്ട്. ഓൾ ഗ്രിപ്പ് വേർഷൻ പറയുമ്പോൾ 4 വീലും പവറുള്ള വേർഷൻ. അതിൻ്റെ അകത്ത് ഇത് ആക്ച്വലി ഓട്ടോമാറ്റിക്കാണ്. ലൈക്ക് സ്വിച്ച് മാത്രം അമർത്തിയാൽ മതി. ഇനി ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിങ്ങിൽ മാറ്റമുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു മൊത്തത്തിൽ പിടുത്തവും ഫ്ലാറ്റ് ബോട്ടവും ഒന്നുമല്ല, നല്ല കാര്യം. അതുപോലെ നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. ക്രൂസ് കൺട്രോളിൻ്റെ ഫീച്ചേഴ്സ്, എഡാസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടെലിഫോണി, അതുപോലെ വോളിയം ബ്രോക്കേഴ്സ്, ട്രാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന എല്ലാ സംഭവമുണ്ട്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആക്ച്വലി അതിഗംഭീരമായിട്ടുണ്ട്. എൻ്റെ റീസൺ എന്താ വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് മാരുതിയിൽ കണ്ട വാഹനങ്ങളെ പോലെയൊന്നുമല്ല, കുറച്ചും കൂടി പ്രീമിയം ഫീലാണ്. അതുമാത്രം നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് ഉണ്ട്. അതുമാത്രമല്ല ഇവിടെ നമ്മൾ ജസ്റ്റ് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ HUD ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് വിറ്റാരയിലൊക്കെ കണ്ട പോലെ തന്നെ ആ ഒരു HUD ഇവിടെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കിതിനെ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു HUD ഓപ്പൺ ആവും. ഇനി വന്ന വലിയ മാറ്റം നമുക്കിതിൻ്റെ പില്ലറിൻ്റെ സൈഡിൽ കാണുന്ന ആ ഒരു സ്പീക്കേഴ്സിൽ കാണാം. ആക്ച്വലി ട്വീറ്റേഴ്സാണ്. അപ്പോൾ ഇത് ഇൻഫിനിറ്റിയുടെ ആണ് ഇതിനകത്ത് വരുന്ന ട്വീറ്റേഴ്സ്. അപ്പോൾ നോർമലി നമ്മൾ മാരുതിയിൽ ഇതിന് മുമ്പ് കാണാത്ത സംഭവമാണ്. സോ ഇൻഫിനിറ്റി ബൈ ഹാർമൻ, അതിനകത്ത് അറ്റ്മോസിൻ്റെ സൗണ്ടിങ് ആണ് വരുന്നത്. ഉറപ്പായിട്ടും സൗണ്ട് ട്യൂണിങ് ഞാൻ ചെയ്യും ഈ വാഹനത്തിൻ്റെ അൺഡൗട്ടഡ്ലി. സോ അതും വലിയൊരു അപ്ഗ്രഡേഷനാണ് നമ്മൾ സ്ഥിരമായ ഒരു മാരുതി വാഹനത്തിൽ കാണാത്തത്. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു കബി ഹോൾ ഉണ്ട്. ഇവിടെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ സീറ്റ്സിൻ്റെ കേസ് നോക്കാം. സീറ്റ്സ് അണ്ടർ തൈ സപ്പോർട്ട് ഉണ്ട്. ഇതിപ്പോൾ ആക്ച്വലി എന്നെ നല്ല രീതിക്ക് ഹഗ് ചെയ്ത സീറ്റ്സാണ്, കംഫർട്ടബിളാണ്. അതുമാത്രമല്ല ഇലക്ട്രിക്കലി ഈ സീറ്റിനെ നമുക്ക് 8 വേ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ
അതും നല്ല കാര്യം. ഇനി വന്ന മാറ്റം ഈ ഡോർ പാഡിൻ്റെ അകത്ത് ഷേപ്പിങ്ങിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ്, അതായത് നമുക്ക് യൂസ് ചെയ്യാനും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും. സോ ഇതിൻ്റെ അത് വലിയ പ്രത്യേകത ഒന്നുമില്ല. ലോക്ക് അൺലോക്ക്, ഓട്ടോ ഡൗൺ, ഇതിൻ്റെ ഓട്ടോ ഡൗണും അതുപോലെ ഓട്ടോ അപ്പും ഇതിൻ്റെ ഡ്രൈവർ സൈഡ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം റെഗുലറാണ്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇൻറ്റീരിയേഴ്സ് ഉറപ്പായിട്ടും കോമെൻറ്റ് ചെയ്യുക. പിന്നെ ഇന്ത്യയിൽ വണ്ടി വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ട സാധനമാണ് സൺറൂഫ്. സോ പാനോറാമിക് സൺറൂഫ് വന്നിട്ടുണ്ട്. IRVM ഒക്കെ ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണ്. സോ അതും കൂടി എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. വിക്ടോറിയസിൻ്റെ സെക്കൻഡ് റോയിൽ വന്നപ്പോൾ കംഫർട്ടബിൾ ആണോ? ആക്ച്വലി ഈ ഒരു സീറ്റ് കംപ്ലീറ്റ്ലി ഞാൻ ബാക്കിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഫ്രണ്ട് റോ നിങ്ങളോട് പറഞ്ഞു തന്നെ. അതിനുശേഷം എൻ്റെ കാലുകൾ തട്ടുന്നില്ല, മുട്ടുന്നില്ല, അണ്ടർ തൈ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ മനസ്സിലായി കാണും, ഹാൻഡ് റെസ്റ്റ് പ്രോപ്പറാണ്. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, 3 ഹെഡ് റെസ്റ്റ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി വണ്ടിയുടെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ വീതിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മുടെ ഗ്രാൻഡ് വിറ്റാര തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു സ്പേസ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. കാണുമ്പോൾ വണ്ടി കുറച്ച് നീളം കൂടെ വണ്ടി പോലെ നമുക്ക് ഫീൽ ചെയ്തേക്കാം. ഇവിടെ മാഗസീൻ ഹോൾഡർ ഉണ്ട്, AC വെൻസ് ഉണ്ട്, 2 USB-C കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റീഡിങ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ആ ഒരു ഡോർ പാഡ് പോലെ തന്നെ ഒന്ന് കാവ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് ഇങ്ങനെ കൈ വയ്ക്കാൻ സൗകര്യമുണ്ട്. സ്റ്റിച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അക്സസറിയാണ്. ഇനി നമുക്ക് 3 പോയിൻറ്റഡ് സീറ്റ് ബെൽറ്റ് ഉണ്ട്. അതുപോലെ ഇതിനകത്ത് ഐസോഫിക് സീറ്റ്സ് നമുക്ക് വെക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു സൺറൂഫിന് എന്താ വെച്ചാൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഇതുവരെ വരുന്ന സൺറൂഫ് അല്ല. ആക്ച്വലി ഹെഡ് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനൊരു സംഭവം സംഭവിച്ചത്. അപ്പോൾ ഇതായിരുന്നു പുതിയ മാരുതി വിക്ടോറിയസിൻ്റെ ഇൻറ്റീരിയേഴ്സ് അതുപോലെ എക്സ്റ്റീരിയേഴ്സ്. ഇത് ഫസ്റ്റ് പ്രിവ്യൂ ആണ്. ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇതിൻ്റെ എല്ലാ വേർഷൻസും നമ്മൾ ഓടിച്ചതിൻ്റെ ശേഷം ഈ ഒരു പ്രൈസിന് ഇത് വാല്യൂ ആണോ എന്നുള്ള കാര്യം ഉറപ്പായിട്ടും നമ്മുടെ ഇതിൻ്റെ പ്രോപ്പർ ഡ്രൈവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് രസകരമായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഇതുവരെ ഓൾ തിങ്സ് ഓട്ടോ നിങ്ങൾ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേഷന് വേണ്ടിയിട്ട് ഓൾ തിങ്സ് ഓട്ടോ ഒഫീഷ്യൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.